ഹായ് ഹായ്. വണ്ടർസ്കേപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം യോർക്കിൽ പോയതിൻ്റെ വിശേഷങ്ങൾ തുടരുകയാണ്. ആ സീരീസിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് യോർക്ക് മിനിസ്റ്ററിലേക്കാണ്. യോർക്ക് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ നോർത്തേൺ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ കത്തീഡ്രലാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. യോർക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അട്രാക്ഷന് യോർക്ക് മിനിസ്റ്റർ. ഇവിടെ വരുന്നവർ ഒരു വിധമൊക്കെ അത് കാണാതെ പോവില്ല, അത്രയും പ്രധാനമായിട്ടുള്ളതാണ്. റോമാക്കാരാണ് യോർക്ക് ഒരു നഗരമായിട്ട് സ്ഥാപിച്ചതെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറയുണ്ടായില്ലോ. അതിൻ്റെ കുറച്ച് അവശേഷിപ്പുകൾ ഇവിടെ കാണാം. കാരണം എന്താ വെച്ചാൽ കോൺസ്റ്റന്റൈൻ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞ രാജാവിനെ റോമാ സാമ്രാജ്യത്തിൻ്റെ രാജാവായിട്ട് അല്ലെങ്കിൽ ചക്രവർത്തിയായിട്ട് വാഴിച്ചത് യോർക്കിൽ വെച്ചിട്ടാണ്. റോമൻ ചരിത്രത്തിൽ തന്നെ റോമിലല്ലാതെ ഒരു രാജാവിനെ ആ സ്ഥാനത്ത് അവരോധിക്കുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നത്. അത്രയും പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു യോർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കോൺസ്റ്റന്റൈൻ്റെ ഈ പ്രതിമ, പിന്നെ ഈ റോമൻ കോളം, അതൊക്കെ ആ റോമൻ കണക്ഷനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമ്മളിതാ യോർക്ക് മിനിസ്റ്ററിൻ്റെ അടുത്തെത്തി. മുമ്പിൽ നിന്നുള്ള ഈ വ്യൂ നല്ല മനോഹരമാണ്. ഇമ്പോസിങ് സ്ട്രക്ചർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു വ്യൂ ആണ്. പഴയകാല ഒരു പള്ളിയുടെ ഒരു ഭംഗി, അതേമാതിരി കുറേ കൊത്തുപണികളുണ്ട്, പിന്നെ കുറേ ഗ്ലാസ് വിൻഡോസ്, പിന്നെ നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടു പരിചയമുള്ള ചെറിയ ചെറിയ ടവേഴ്സ്, സൈഡിലിങ്ങനെ തൂണുകൾ, അങ്ങനെ വളരെ ഒരു ഭംഗി അല്ലെങ്കിൽ ആകർഷണീയമായൊരു ഡിസൈൻ ആണ് ഈ പള്ളിയുടേത്. ഇപ്പോൾ ഏത് മൂലയ്ക്കൊന്ന് നോക്കിയാലും നല്ല ഭംഗിയുള്ള ഒരു സ്ട്രക്ചർ. ഇവയും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു സ്റ്റെയിൻ ഗ്ലാസ് തോന്നുന്നുണ്ട്. അതിൻ്റെ ആ ഒരു രസമായിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്നുണ്ട്. ഈ കൊത്തുപണികളും ഒക്കെ നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഉള്ളിൽ പോയാൽ അറിയാം ഇത് സ്റ്റെയിൻ ഗ്ലാസ് ആണോ എന്താണോ എന്നുള്ളത്. ഇവിടെ കുറേ സെയിൻസോ പോപ്പോ അങ്ങനെ ആരുടെയൊക്കെയോ കുറേ കാണാനുണ്ട്. പടം നല്ല ഭംഗിയുണ്ടാണ്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ റോമൻ കാലഘട്ടം മുതൽക്ക് തന്നെ ഈ സ്ഥാനം വളരെ പ്രധാനപ്പെട്ട ഒരു സൈറ്റായിരുന്നു. റോമൻസിൻ്റെ ആസ്ഥാനമായ എബോറിക്കം അഥവാ അവരുടെ കോട്ട ഇവിടെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. പിന്നീട് AD 600 ആകുമ്പോൾ ഇവിടെ ഒരു പള്ളി വന്നു. അത് പിന്നെ ഓരോ കാലഘട്ടത്തിൽ ഓരോ ആൾക്കാർ വന്ന് ആക്രമിക്കുകയും അവരുടെ ആരാധനാലയമാക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആംഗ്ലോ സാക്സൺസ്, നോർമൻസ്, അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ പെട്ടിട്ട് ഉണ്ട് ഈ പള്ളി. ഒരുപാട് തവണ ആക്രമണത്തിന് ഇരയാവുകയും കൊള്ളയടിക്കപ്പെടുകയൊക്കെ ചെയ്ത ഒരു സ്ഥലമാണത്. ഇപ്പോഴുള്ള ഈ പള്ളി 1220കളിലാണ് പണി തുടങ്ങിയത്. അത് ഏതാണ്ട് ഒരു 250 കൊല്ലമൊക്കെ എടുത്തിട്ട് 1400 ചില്ലാനൊക്കെ ആയപ്പോഴാണ് പണി കഴിഞ്ഞത്. ഇംഗ്ലീഷ് ചേർച്ചായിട്ട് ഗോത്തിക് സ്റ്റൈലിൽ. എന്നിട്ടും അത് ഇംഗ്ലീഷ് നവോത്ഥാന കാലത്ത് ആൾക്കാർ ഈ പള്ളി ആക്രമിക്കുകയും കൊള്ളടിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് അങ്ങനത്തെ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു പള്ളിയാണിത്. നമ്മൾ പടിഞ്ഞാറൻ ഭാഗത്തു നിന്നാണ് പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കുക. അകത്ത് പ്രവേശിച്ചാൽ തന്നെ ആ ഒരു പള്ളിയുടെ ആ ഒരു വലുപ്പവും അതിൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഹ്യൂജാണ്. ആ ഗോത്തിക് സ്ട്രക്ചറിലായ കാരണം ഒരു എക്സ്പാൻസീവും ആണെന്ന് തോന്നും. കുറേ സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോസ്, പിന്നെ ആ ഒരു പ്രത്യേക തരത്തിലുള്ള തൂണ്, റൂഫിംഗ്, സീലിംഗ് ഒക്കെ കാണാം ഇവിടെ. ഗോത്തിക് സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ അത്. കൊത്തുപണികളോ ആർട്ട് വർക്ക്സൊക്കെ ഉണ്ട്. മെയിൻ ഡോറിൻ്റെ മുകളിൽ ഒരു ഭീമാകാരമായൊരു സ്റ്റെയിൻ ഗ്ലാസ് കാണാനുണ്ട്. താഴെ ആ ഡോറിൻ്റെ അവിടെയും കാണാനുണ്ട് ഒരു സ്റ്റെയിൻ ഗ്ലാസ്. അതിൻ്റെ അപ്പുറത്തൊക്കെ കുറേ കൊത്തുപണികളൊക്കെ ചെയ്ത് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഈ ശില്പങ്ങൾക്കൊന്നും തലയില്ല. അതെനിക്ക് തോന്നുന്നു ഹെൻറി 8 കാലത്ത് ഉണ്ടായ ആക്രമണത്തിൽ അതുകൊണ്ട് എല്ലാത്തിൻ്റെയും തലയൊക്കെ എടുത്ത് വെട്ടി മാറ്റിയത്. അപ്പോൾ ഈ പള്ളിയിൽ വരണമെങ്കിൽ ടിക്കറ്റ് ഉണ്ട് കേട്ടോ.
പക്ഷേ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഗൈഡഡ് ടൂറും ഉണ്ട്. അപ്പോൾ അത് വേർതാണ്. അതെടുത്ത് കഴിഞ്ഞാൽ പള്ളിയുടെ ചരിത്രവും അതൊക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. റൂഫ് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ വോൾട്ടഡ് ഫാൻ സീലിംഗോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പറയുക, ആ പ്രത്യേക തരത്തിലുള്ള സീലിങ്ങിന്. സർവീസസൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ എന്തോ ഒരു റിപ്പയർ വർക്ക് നടക്കണ കാരണം മുഴുവൻ സാധാരണ പോലെ അല്ല തോന്നുന്നു. യൂറോപ്പിലെ പല പള്ളികളും പോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനും ഈ സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോസ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഗോത്തിക് സ്റ്റൈലിലുള്ള പള്ളികളുടെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്തൊരു ഭംഗിയാണ് അതൊക്കെ കാണാൻ. ശരാ, ഈ സ്റ്റെയിൻ ഗ്ലാസ്സിലെ ചിലതൊക്കെ 12ാം നൂറ്റാണ്ടിലുള്ളതാത്രേ ഈ ഗ്ലാസ്സസ്. അതും ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് പല കണ്ണാടി ചില്ലുകളും അന്നത്തെ കാലത്ത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലാസ്സസ് ഗ്രേറ്റ് വെസ്റ്റ് വാൾ, ഗ്രേറ്റ് ഈസ്റ്റ് വാൾ, റോസ് വിൻഡോ, 5 സിസ്റ്റേഴ്സ് വിൻഡോ എന്നുള്ളതാണ്. 77 അടി ഉയരവും 32 അടി വീതിയാണ് ഗ്രേറ്റ് ഈസ്റ്റ് വിൻഡോ, നമ്മളിപ്പോൾ കാണുന്ന ഈ വിൻഡോനുള്ളത്. അതിൻ്റെ ഏറ്റവും മുകളിലത്തതിൽ ജീസസ് ആണ്. ബാക്കി ഇങ്ങനെ ആ ബൈബിളിലെ ഓരോ കഥകളൊക്കെയാണ് അതിൻ്റെ അടിയിൽ. മൊത്തം 128 സ്റ്റെയിൻ ഗ്ലാസ്സസ് ആണ് ഇവിടെ ഉള്ളത്. ഏകദേശം 20 ലക്ഷം ഇൻഡിവിജ്വൽ കണ്ണാടി കഷ്ണങ്ങളാണ് ഉള്ളത് ഈ സ്റ്റെയിൻ ഗ്ലാസ്സസിൽ. ഈ സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോസിലെ വർക്കൊക്കെ ഒറ്റയടിക്ക് ഒരു കാലത്ത് ചെയ്തതല്ല, പല പല കാലഘട്ടങ്ങളിലായിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ഗ്ലേസിങ്ങും അതേമാതിരി ഈവൻ പെയിൻറ്റിങ്ങിൻ്റെ തന്നെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും സംഭവം അടിപൊളിയാട്ടോ. പിന്നെ ഒരു ട്രിവിയ പറയുകയാണെന്ന് വെച്ചാൽ 2 ലോകമഹായുദ്ധങ്ങളുടെ സമയത്തും ഈ സ്റ്റെയിൻ ഗ്ലാസ്സസ് അവർ ഊരി മാറ്റി സൂക്ഷിച്ചു വെച്ചു. കാരണം ബോംബിങ്ങിലും അതേമാതിരിയുള്ള ആക്രമണങ്ങളിലൊന്നും ഇത് തകരാതിരിക്കാൻ വേണ്ടിയിട്ട്. യോക്ക്മിൻസ്റ്ററിൽ തന്നെ വേറൊരു അട്രാക്ഷൻ എന്താ ഈ ക്വയേഴ്സാണ്. ഇവിടെയാണ് ക്വയറിലെ ആൾക്കാർ വന്ന് നിന്ന് പാടുക. കുറച്ചൊരു ഉയർന്ന തലത്തിലാണ് അത് പണിതിട്ടുള്ളത്. വുഡ് വർക്കൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഈ പള്ളിയുടെ അടിയിലായിട്ട് ഒരു അണ്ടർക്രോഫ്റ്റ് ഉണ്ട്, നിലവറക്കുണ്ടെന്നോ എന്തെങ്കിലുമൊക്കെ പറയാം. അവിടെയാണ് പഴയകാല റോമൻ ഫോർട്രസിൻ്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇത് 1970കളിലൊക്കെ ഈ പള്ളിയുടെ ടവറൊക്കെ ഇപ്പോൾ വീഴുന്നുള്ളൊരു കണ്ടീഷനിലായി. അപ്പോൾ അത് ശക്തിപ്പെടുത്താൻ വേണ്ടി കുറേ എക്സ്കവേഷനൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ റോമൻ റിമെയിൻസ് അവർ കണ്ടുപിടിച്ചത്. അപ്പോൾ ആ ഇതൊന്നും നശിക്കാതെ പള്ളിയുടെ ഫൗണ്ടേഷനൊക്കെ ശക്തിപ്പെടുത്തുകയും മുമ്പുണ്ടായിരുന്നത് സംരക്ഷിച്ച് ഇപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി ഒരു ചെറിയൊരു എക്സിബിഷൻ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടവറിൻ്റെ മുകളിലേക്ക് പോവാം. ടവറിൻ്റെ മുകളിലേക്ക് പോകണമെങ്കിൽ ആക്ച്വലി വേറെ ടിക്കറ്റ് എടുക്കണം. ഒരു 275 സ്റ്റെപ്സ് കയറിയിട്ട് വേണം മുകളിലെത്താൻ. വളഞ്ഞു പൊളഞ്ഞിങ്ങനെ പോണ സ്റ്റെപ്പാണ്. അത്യാവശ്യം ആയാസം ഉണ്ട് കേട്ടോ കയറാൻ. ക്ഷീണവും കയറിയിട്ട്. മുകളിലെത്തിയതാ ഇതുപോലെ കുറച്ച് ദൂരം നടന്ന് അപ്പുറത്തേക്ക് എത്തണം, അപ്പുറത്തെ സൈഡിലേക്ക്. പോണ വഴിക്ക് ഇതാ വ്യൂ ഒക്കെ നല്ല ഭംഗിയുണ്ട്. ടവേഴ്സ് ഇപ്പം തന്നെ നമുക്ക് കാണാം, ബെൽ ടവേഴ്സ്. കുറച്ചതാ സിറ്റി അല്ലെങ്കിൽ ബാപ്റ്റിസ്ട്രി ഉണ്ട് അവിടെ കാണുന്നത്. അപ്പം അപ്പുറത്തെ സൈഡിലെത്തിയാലും കുറച്ച് സ്റ്റെപ്സ് കയറണം. കയറി വയ്യാണ്ടാവും. പക്ഷെ മുകളിലെത്തിയാലുള്ള വ്യൂ ഉണ്ടല്ലോ, ആഹാ വാവ്. ബുദ്ധിമുട്ടി സ്റ്റെപ്പ് കയറി വരുന്നതിൻ്റെയൊക്കെ ആ ഒരു പ്രതിഫലം കിട്ടും മുകളിലെത്തി. എന്താ രസം കാണാൻ. ആ നഗരത്തിൻ്റെ ഫുൾ വ്യൂ കിട്ടും നമുക്ക് മുകളിൽ നിന്ന്. ആ ദൂരെ കാഴ്ച എന്തൊരു ഭംഗിയാ. വാവ്. തീപ്പട്ടിക്കൂട് പോലെ വീടുകൾ, കുറേ ദൂരെ കുറേ പുതിയ ബിൽഡിങ്സ് കാണാം. ആൾക്കാർ നടന്നു പോകുന്നുണ്ട് സ്ട്രീറ്റിൽ. അതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നടന്ന റോമൻ വാൾസ്. ചില ആൾക്കാരൊക്കെ അതിൽ കൂടെ നടക്കുന്ന കാണാണ്ട്.
ഗേറ്റ് കാണാണ്ട് ഏതോ ഒരെണ്ണം പഴയ കാലത്ത്. സംഭവം അടിപൊളി. ആഹാ, നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ. നമുക്കെന്തായാലും തിരിച്ചിറങ്ങാം. ഇങ്ങനെ വളഞ്ഞ് 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 ഇറങ്ങി 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 പോണം. സ്റ്റെപ്സ്, ഈ വളഞ്ഞ സ്റ്റെപ്പ് ഇറങ്ങിപ്പോകാനൊരു പാടന്നെ കേട്ടോ. ഇത്ര നേരോ നോക്കൂ. അങ്ങനെ നമ്മൾ വീണ്ടും താഴെ എത്തി. പള്ളിയിൽ അങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഭംഗി ആസ്വദിച്ച് നടക്കുന്നുണ്ട്. ചിലർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഗൈഡഡ് ടൂർസ് നടക്കുന്നുണ്ട്. നമുക്കെന്തായാലും പുറത്ത് പോവാനി. പള്ളിയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഗാർഡൻ ഉണ്ട്, അത്യാവശ്യം വലുപ്പമുള്ള. അവിടെ നമുക്ക് സുഖമായി ഇരുന്ന് റിലാക്സ് ചെയ്യാം. അപ്പോൾ അതോടുകൂടി നമ്മുടെ യോർക്ക് മിൻസ്റ്റർ കാഴ്ച അവസാനിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത തവണ ഞങ്ങൾ താമസിച്ച BNBയുടെ വിശേഷങ്ങളും പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ചെറിയൊരു നടക്കാൻ പോയി, അതിൻ്റെയൊക്കെ വിശേഷങ്ങളായിട്ടാണ് വരിക. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.